പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എണ്ണക്കടികളേക്കാൾ കൂടുതൽ ഇതുപോലത്തെ സംഭവങ്ങളാണ് ഉണ്ടാവുക. ഇതിന് തമുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് 1 കപ്പ് പുഴുക്കലരി വേണം. ഏതരി വേണേലും എടുക്കാം, മട്ടയോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 2-3 വെള്ളത്തിൽ നല്ല പോലെ അത് ക്ലീൻ ആവുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് കൂടുതലും മട്ട അരി വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ അതില്ലെങ്കിൽ സാധാ ചോറ് വെക്കുന്ന അരി നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് കഴുകിയിട്ട് വെള്ളം മുഴുവൻ ഒന്ന് വാറ്റാൻ വെക്കുക. അപ്പോൾ വെള്ളം മുഴുവൻ പോയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് നേരം അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല പോലെ നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നവർ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിത് അരി നന്നായിട്ട് ഇത് വറുത്തു, നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ, എന്നാലേ നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. നല്ല പോലെ അരി പൊട്ടി വരണം. അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ല അതേപോലെ. ഇനി അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ തരിതരിയോട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. ഒരു 5 ഏലക്ക ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി അത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയിട്ടുള്ള തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അഥവാ ശർക്കര പൊടി ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ചേർത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഇനി നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിംഗ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക, എന്നാലും നന്നായിട്ട് നമുക്കിത് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി ആ അരിപ്പൊടിയിൽ മിക്സായിട്ട് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കുറച്ചുകൂടെ നല്ലത്, അത് റൗണ്ടായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇതിന് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, നമുക്ക് ചെറിയ പഴവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആ പഴത്തിൻ്റെ ഒരു പീസും ആ ഒരു അരിപ്പൊടിയും ശർക്കരയൊക്കെ ചേർന്നുള്ള മിക്സും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീട്ടിലുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ല. താങ്ക്